വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന വയനാട് ടൗൺഷിപ്പിലെ വിള്ളൽ കണ്ടെത്തിയ വീട് റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് മന്ത്രി പരിശോധനയ്ക്കെത്തിയത്. വിള്ളലുണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തിയ മന്ത്രി മാർക്ക് ചെയ്ത ഭാഗത്ത് ഉരച്ചു നോക്കിയാണ് വിലയിരുത്തിയത്. എന്നാൽ വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയ വിവാദം തള്ളിക്കൊണ്ടാണ് മന്ത്രി കെ രാജൻ പ്രതികരിച്ചത്. മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞു വന്ന പാടുണ്ടെന്നും എന്നാൽ വിള്ളൽ ഉണ്ടായിട്ടില്ലെന്നുമാണ് കെ രാജൻ വ്യക്തമാക്കിയത്. CPM നേതാക്കൾക്കൊപ്പമാണ് മന്ത്രി രാജൻ വീട് സന്ദർശിക്കാനെത്തിയത്. വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ ടൗൺഷിപ്പിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം വീട് സന്ദർശിച്ച മന്ത്രിയും CPM നേതാക്കളും ചോർച്ച കണ്ടെത്തിയ മേൽക്കൂരയിലെ പാടുകൾ മായ്ക്കാൻ ശ്രമിച്ചതായി വിമർശനം ഉയർന്നു. എന്നാൽ വാർത്തകൾ പ്രചരിച്ചതോടെ ഊരാളുങ്കൽ സാങ്കേതിക വിദഗ്ധർ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിള്ളലിൽ ആശങ്ക വേണ്ടെന്നാണ് ഊരാളുങ്കൽ CEO അരുൺ ബാബു പറഞ്ഞത്. സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്താനായി പരിശോധന നടത്തുമെന്നും ഉടമസ്ഥരുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കുമെന്നും അരുൺ ബാബു വ്യക്തമാക്കി. ഗൃഹനാഥന്റെ സാന്നിധ്യത്തിലായിരിക്കും പരിശോധന നടത്തുകയെന്നും പരിശോധന കഴിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ടെറസ് മുഴുവൻ വാട്ടർ പ്രൂഫിംഗ് നടത്തുമെന്നും ഫൈബർ കൂട്ടിച്ചേർത്ത് കോൺക്രീറ്റ് നടത്തുമെന്നും അരുൺ ബാബു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ദുരന്തബാധിതർക്ക് കൈമാറിയിട്ടില്ല. കൈമാറിയത് പട്ടയം മാത്രമാണ്. താമസം തുടങ്ങിയ ശേഷം വീടുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചാൽ അതിന് ഊരാളുങ്കൽ സമാധാനം പറയേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. അത് സർക്കാരിന്റെ ഗ്യാരണ്ടിയാണെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. കരാർ പ്രകാരം 410 വീടുകളും ഒക്ടോബറിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ അതിന്റെ ഫലം ബന്ധപ്പെട്ടവർ അനുഭവിക്കും. ടൗൺഷിപ്പിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന ശ്രദ്ധയ്ക്ക് നന്ദിയെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇതിനിടെ ദുരന്തബാധിതർക്കായി സർക്കാർ ഏർപ്പെടുത്തിയ വാടകയും ദിനബത്തയും കൂപ്പണും ഈ 20 മാസവും മുടങ്ങാതെ നൽകിയിട്ടുണ്ടെന്നും അതൊന്നും സർക്കാരിന്റെ ഔദാര്യമായി കാണുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതെല്ലാം നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. എന്നാൽ രാജ്യത്തെ ഒരു സംസ്ഥാനം ദുരന്തബാധിതർക്ക് മുടങ്ങാതെ ഇത്രയും കാലം സഹായം നൽകുന്നത് ആദ്യമായിട്ടായിരിക്കും എന്നും കെ രാജൻ പറഞ്ഞു.